പത്തനംതിട്ടയിൽ CPIഎമ്മിന്റെ മുതിർന്ന നേതാവാണ് പത്മകുമാർ എന്നുള്ളതാണ്. CPIഎമ്മിന്റെ നിലവിലെ ജില്ലാ കമ്മിറ്റി അംഗമാണ് അദ്ദേഹം എന്നുള്ളതാണ് ഈ അറസ്റ്റിനെ രാഷ്ട്രീയമായി കൂടി പ്രധാനപ്പെട്ടതാക്കുന്നത്. പ്രത്യേകിച്ച് ഒരു തദ്ദേശ തെരഞ്ഞെടുപ്പ് പടിവാതിക്കൽ എത്തി നിൽക്കുന്ന സന്ദർഭത്തിൽ സ്വാഭാവികമായും CPIഎമ്മിനെ ഇത് പ്രതിരോധത്തിലാക്കും. CPIഎമ്മിന് ഇക്കാര്യത്തിൽ വിശദീകരണം നൽകേണ്ടി വരും. S. വിജയകുമാർ ചേരുന്നുണ്ട് ന്യൂസ് ഡെസ്കിൽ നിന്ന്. വിജയകുമാർ, കഴിഞ്ഞ ദിവസം 24നോട് സംസാരിക്കുമ്പോൾ CPIഎമ്മിന്റെ സംസ്ഥാന സെക്രട്ടറി പറഞ്ഞത് നമ്മുടെ മുൻപിലുണ്ട്. ഈ ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളിൽ ഗോപികൃഷ്ണൻ ആ ചോദ്യം ഉന്നയിക്കുമ്പോൾ MV ഗോവിന്ദൻ പറയുന്നത് ആരെയും അറസ്റ്റ് ചെയ്തുകൊള്ളട്ടെ എന്നുള്ളതാണ്. പത്മകുമാറിന്റെ കാര്യം ചൂണ്ടിക്കാണിക്കുമ്പോഴാണ് ആരെയും അറസ്റ്റ് ചെയ്തുകൊള്ളട്ടെ, പാർട്ടിക്കോ സർക്കാരിനോ യാതൊരു പങ്കുമില്ല. അപ്പോൾ CPIഎം ഇത് മുന്നിൽ കാണുന്നുണ്ടായിരുന്നു എന്നാണോ വിജയകുമാർ? ഈ അറസ്റ്റ് CPIഎം മുന്നിൽ കാണുന്നുണ്ടായിരുന്നു എന്നതിൽ സംശയമില്ല ഉന്മേഷ്. കാരണം CPIഎമ്മിന്റെ സംസ്ഥാനത്തെ പ്രധാനപ്പെട്ട നേതാക്കളോടൊക്കെ നേരിട്ടും സ്വകാര്യമായും ഒക്കെ സംസാരിക്കുന്ന ഘട്ടങ്ങളിൽ പത്മകുമാറിനെ അറസ്റ്റ് ചെയ്യാതെ ഈ അന്വേഷണം മുന്നോട്ട് പോകില്ല എന്നത് അവർക്കറിയാം എന്നത് അവരുടെ പ്രതികരണങ്ങളിൽ നിന്ന് തന്നെ വ്യക്തമാണ്. ഒരു വേള എനിക്ക് തോന്നുന്നത് ഈ പത്മകുമാർ തന്നെ CPIഎമ്മിന്റെ നേതൃത്വവുമായി ഇതിനിടയിൽ പലതവണ സംസാരിച്ചിട്ടുണ്ട്. അദ്ദേഹം തിരുവനന്തപുരത്തുണ്ടായിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിൽ എന്നാണ് അന്വേഷണത്തിൽ മനസ്സിലാക്കിയത്. അദ്ദേഹം CPIഎമ്മിന്റെ ലീഡർഷിപ്പുമായി സംസാരിച്ചിട്ടുണ്ട്. ഈ അറസ്റ്റ് പത്മകുമാറും കരുതിയിട്ടുണ്ട്, മനസ്സിലാക്കിയിട്ടുണ്ട്. അദ്ദേഹം അഭിഭാഷകരുമായി ഒരു വട്ടം സംസാരിച്ചതിൻ്റെ ഒക്കെ വിവരങ്ങൾ വന്നിരുന്നു. പക്ഷേ തെരഞ്ഞെടുപ്പിന്റെ ഈ നിർണായക ഘട്ടത്തിൽ അറസ്റ്റ് ഉണ്ടാകുമോ എന്നത് മാത്രമായിരുന്നു ഒരു തർക്കം, ഒരു സംശയം ഉണ്ടായിരുന്നത്. പത്മകുമാറിനെ അറസ്റ്റ് ചെയ്യാതെ കേസ് മുന്നോട്ട് പോകില്ല എന്നതിൽ ഒരു സംശയവും ഒരു തർക്കവും ആർക്കും ഉണ്ടായിരുന്നില്ല. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇതുവരെയുള്ള നടത്തിയ മുഴുവൻ അന്വേഷണവും ആകെ ചെന്നെത്തി നിൽക്കുന്നത് പത്മകുമാറിലാണ്. അവിടെ നിന്ന് ഇനി എങ്ങോട്ട് പോകും എന്നതിലേ ഉള്ളൂ ഇനി സംശയം. ആ യാത്ര എവിടെ വരെ എത്തും? തിരുവനന്തപുരത്തേക്ക് പോകുമോ അതോ അത് പത്തനംതിട്ടയിൽ ചുറ്റിക്കറങ്ങി നിൽക്കുമോ എന്നാണ് അറിയേണ്ടത്. എന്തായാലും അത് വളരെ വളരെ ക്രൂഷ്യലായ ഒരു ചോദ്യമാണ്, ഒരു ഘട്ടമാണ്. അതിനു മുമ്പ് ഈ അന്വേഷണ സംഘം നടത്തുന്ന ഏറ്റവും നിർണായക നീക്കമാണ് പത്മകുമാറിന്റെ അറസ്റ്റ്. അതിൽ തർക്കമില്ല. അത് ഈ തെരഞ്ഞെടുപ്പിന്റെ ഒരു ഘട്ടമാണ്. രാഷ്ട്രീയമായി പല ചോദ്യങ്ങളും ഉയർന്നു വരുന്നുണ്ട്. പ്രതിപക്ഷം ഇതിനോടകം ഈ തെരഞ്ഞെടുപ്പിൽ ശബരിമല സ്വർണ്ണക്കൊള്ള ഒരു വിഷയമാണ് എന്നവർ പറയുകയും ചെയ്യുന്നുണ്ട്. അത് ഈ പ്രചാരണത്തിന്റെ ആദ്യ ദിവസങ്ങളിൽ തന്നെ നേതാക്കളുടെ വാർത്താ സമ്മേളനങ്ങളിലൊക്കെ അത് കാണുകയും ചെയ്യുന്നുണ്ട്. അതിനിടെയാണ് ഈ അറസ്റ്റ്. ഉന്മേഷ്, എനിക്ക് തോന്നുന്നത് CPIഎം നേതാവ് ശ്രീ K. അനിൽകുമാർ ടെലിഫോൺ ലൈനിലുണ്ട് എന്നാണ്. ശ്രീ അനിൽകുമാർ, കേൾക്കാമെന്ന് ഞാൻ കരുതുന്നു. പത്മകുമാറിനെ SIT അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. നേരത്തെയുള്ള അറസ്റ്റ് പോലെയല്ല. CPIഎമ്മിന്റെ പ്രധാനപ്പെട്ട നേതാവാണ്, മുൻ MLA ആണ്, കമ്മിറ്റികളിൽ പ്രവർത്തിക്കുന്നയാളാണ്. അദ്ദേഹത്തിന്റെ അറസ്റ്റിനോട് എങ്ങനെയാണ് താങ്കളുടെ ആദ്യ പ്രതികരണം? CPIഎം സർക്കാരും കൃത്യമായി വ്യക്തമാക്കിയതുപോലെ സ്വതന്ത്രമായ ഒരു അന്വേഷണമാണ് SIT നടത്തുന്നത്. അതിൽ ഒരു കുറ്റകൃത്യം ഉണ്ടായി എന്നത് തെളിഞ്ഞു കഴിഞ്ഞ കാര്യമാണ്. ശബരിമലയിലെ സ്വർണം 2019 അവിടുത്തെ വാതിൽപ്പാടുകളാണെങ്കിലും ദ്വാരപാലക ശില്പങ്ങളാണെങ്കിലും നവീകരിക്കുക എന്ന കാഴ്ചപ്പാടിൽ അത് കൊണ്ടുപോയതാണ്. അതിനിടയിൽ അതിൽ സ്വർണം അപഹരിക്കപ്പെട്ട സ്വർണത്തിൽ ഒരു ഭാഗം എത്രത്തോളം എന്ന് വ്യക്തമായിട്ടില്ല. എന്തായാലും ഗോവർദ്ധന്റെ സ്വർണ്ണക്കടയിൽ നിന്ന് കണ്ടെത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഏതെങ്കിലും ഒരു ഭാഗത്ത് ആ സ്വർണത്തിന്റെ പങ്കുപറ്റിയതായ ഒരു ബന്ധവും ഇപ്പോൾ നമ്മുടെ മുമ്പിൽ ഏതെങ്കിലും പൊതുപ്രവർത്തകരുടെ ഭാഗത്തുള്ളതായി വന്നിട്ടില്ല. ഒരു കേസ് അന്വേഷണം നടക്കുമ്പോൾ സ്വാഭാവികമായി അതിൻ്റെ അകത്ത് നിയമപരമായ പരിശോധനകൾ ഉണ്ടാകാം. ആ പരിശോധനകളുടെ ഭാഗമായി ഇപ്പോൾ പത്മകുമാർ അറസ്റ്റിലാണ് എങ്കിൽ അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം അതിന്റെ പങ്ക് എന്താണ് എന്നത് SITക്ക് മാത്രമേ ഇപ്പോൾ മനസ്സിലായിട്ടുള്ളൂ. അത് വ്യക്തമാകുന്ന മുറയ്ക്ക് കൃത്യമായ നിലപാട് അക്കാര്യത്തിൽ പാർട്ടിക്കുണ്ടാവും. ഇപ്പോൾ പാർട്ടി കാണുന്നത് ഒരു തെറ്റിനോട് സന്ധിയില്ലാത്ത വിധം തെറ്റ് ചെയ്തവരുടെ പേരിൽ നിയമ നടപടിക്ക് മുൻനിൽക്കുക എന്ന നിലപാടാണ് പാർട്ടി സ്വീകരിക്കുന്നത്. ആ നിലയിലാണ് ഇപ്പോഴും ഈ കാര്യങ്ങൾ ചെയ്യുന്നത്. അല്ല, ഇത് താങ്കളുടെ ആദ്യ പ്രതികരണമാണ്, അത് മനസ്സിലാവുന്നുണ്ട്. പക്ഷേ അതിനപ്പുറത്തേക്ക് ഈ അറസ്റ്റിന്റെ ഒരു പശ്ചാത്തലം അത് ശബരിമലയിലെ സ്വർണ്ണക്കൊള്ള കേസാണ്. ശബരിമലയിലെ സ്വർണം കട്ടുകൊണ്ടുപോയ കേസാണ്. ആ ഒരു കേസിൽ CPIഎമ്മിന്റെ ഒരു ജില്ലാ കമ്മിറ്റി അംഗം, മുൻ MLA, രാഷ്ട്രീയ നിയമനത്തിന്റെ ഭാഗമായി തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ പ്രസിഡന്റ് ആയിരുന്ന ഒരാൾ അറസ്റ്റിലാകുമ്പോൾ അതിനെ അങ്ങനെ ലഘൂകരിച്ച് കാണാൻ കഴിയും. അതിനപ്പുറത്തേക്കുള്ള മാനം രാഷ്ട്രീയമായ മറുപടി പറയേണ്ടി വരും. നിയമപരമായി അത് ഇനിയിപ്പോൾ ആ മറുപടി വരട്ടെ. ആ നിലയ്ക്ക് കൂടി കാണേണ്ടി വരില്ലേ? പ്രത്യേകിച്ച് നമ്മളൊരു തെരഞ്ഞെടുപ്പിനെ നേരിടാൻ പോവുകയാണ്. പ്രതിപക്ഷം എന്താ അവരുടെ നേതാക്കളുടെ വാർത്താ സമ്മേളനങ്ങളിലൊക്കെ ശബരിമലയിലെ സ്വർണ്ണമോഷണം എന്നത് പറഞ്ഞുകൊണ്ടേ ഇരിക്കുകയാണ്. അതാണ് അതിൻ്റെ ഒരു പൊതു പശ്ചാത്തലവും.
അല്ല, സ്വർണ്ണക്കടത്തെന്നൊക്കെ പറഞ്ഞ് കുറെ നാൾ പറഞ്ഞുകൊണ്ടിരുന്നതാണ്. ഇവിടെ നമ്പറുള്ള വസ്തുത, അപഹരിക്കപ്പെട്ട സ്വർണം ഗോവർദ്ധന്റെ സ്വർണ്ണക്കടയിൽ നിന്ന് കിട്ടി എന്നുള്ളതാണ് നമ്മുടെ മുമ്പുള്ള വാർത്ത. അത് പങ്കിട്ടെടുത്തതായി ഒരു നമ്മുടെ മുമ്പിൽ ഇപ്പൊ ഇല്ല. അത് കൊണ്ടുപോകാൻ ഇടവന്നതിൽ നിയമപരമായ ചുമതലകളും അതിന്റെ വീഴ്ചകളുമാണ് പരിശോധിക്കപ്പെടുന്നത്. ഒരു ക്രൈം എന്ന് പറയുമ്പോൾ ആക്ടാണ്, ആക്ടിനോടൊപ്പം തന്നെ ഒമിഷനുണ്ട്. ഇനി ആക്ട് ഓർ ഒമിഷൻ എന്ന് പറയും. അതായത് നിങ്ങൾ നിയമപരമായ ഒരു ചുമതലയിൽ ഇരിക്കുമ്പോൾ അവിടെ ഉണ്ടാകുന്ന വീഴ്ചകളും അതിന്റെ ഭാഗമായി പരിശോധിക്കപ്പെടും. അപ്പൊ ഇതില് ഏതെങ്കിലും തരത്തിൽ ഇത് കൊടുത്തു വിടുന്ന തരത്തിൽ ഇദ്ദേഹത്തിന്റെ ഭാഗത്തിൽ വശമുണ്ടായെന്നുള്ളത് ആയിരിക്കില്ല. ഒമിഷൻ ഉണ്ടാവും. അത് നിയമപരമായിട്ടുള്ള എന്താണ് കണ്ടെത്തിയതെന്നും SIT വ്യക്തമാക്കുമ്പോൾ പറയാനാകും. എന്തായാലും മുതൽ കണ്ടെത്തിയിട്ടുണ്ട്. അത് പങ്കിട്ടെടുക്കപ്പെട്ട മുതലല്ല, അത് ഗോവർദ്ധന്റെ സ്വർണ്ണക്കടയിൽ പിടിച്ചു കഴിഞ്ഞു. അല്ല, മുതൽ പോകാൻ ഇടയായത് ഒരു കോൺസ്പിറസി അല്ലേ ശ്രീ അനിൽകുമാർ? ആ കോൺസ്പിറസിയിലല്ലേ ഇപ്പോൾ അറസ്റ്റ് നടക്കുന്നത്? അപ്പൊ അത് എന്താണ് കേവലമാത്ര പ്രസക്തമായ ഒരു 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 എന്താണ് ഒരു എന്താണ് ഒരു അറിവില്ലായ്മയോ ഒരു പിഴവോ സാങ്കേതിക നോട്ടക്കുറവോ ഒന്നും അല്ലല്ലോ. അതൊരു കോൺസ്പിറസി ആണല്ലോ, ആ ഒരു ഗൂഢാലോചനയാണല്ലോ അവിടെ നടന്നത്. അതിലാണല്ലോ ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയും മറ്റുള്ളവരും ഒക്കെ പെടാൻ പോകുന്നത്, അല്ലെങ്കിൽ പെടുന്നത്. അപ്പൊ അതിനെ അത് അങ്ങനെയും കൂടെ ഇല്ലേ? അത് തിരിച്ചു കിട്ടി എന്നതുകൊണ്ട് തീരുന്ന പ്രശ്നമല്ലല്ലോ അത്. അതല്ല, ഇന്ന് ശബരിമലയിലെ സ്വർണം അപഹരിക്കപ്പെടണം എന്തർത്ഥം? ദേവസ്വം ബോർഡ് ഏതൊക്കെ ഉത്തരവ് ഇറക്കുന്നതായി ഉത്തരവ് കൊണ്ട് കാണുന്നില്ല. അങ്ങനെ ഒരു ഉത്തരവ് ഇറങ്ങിയില്ലല്ലോ ആരും. അല്ല, അപ്പൊ എന്താണ് ദേവസ്വം ബോർഡ് ഇറക്കിയത്? ഉദ്യോഗസ്ഥന്മാരെ ചെയ്യണമെന്നാണ്. ആ ഉദ്യോഗസ്ഥന്മാർ ഗൂഢാലോചനയിൽ പങ്കെടുക്കുന്നുണ്ട്. അതിനപ്പുറം അത് നിർവഹിച്ചതിൽ ഭരണപരമായ വീഴ്ചയുണ്ടോ എന്നുള്ളതാണ് ചോദ്യം. അത് പരിശോധിക്കപ്പെടുക, അതാണ് ഞങ്ങൾ കാണുന്നത്. അല്ല, അത് ഓക്കെ, അത് മനസ്സിലായി. അത് രാഷ്ട്രീയമായി താങ്കൾക്ക് ഇനിയിപ്പോ അത് പരിശോധിക്കപ്പെട്ടതല്ലോ. പരിശോധിക്കപ്പെട്ട് പ്രഥമ ദൃഷ്ട്യാ മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ്, CPM ജില്ലാ കമ്മിറ്റി അംഗം, അല്ലെങ്കിൽ മുൻ MLA പത്മകുമാറിന് അതിൽ പങ്കുള്ളത് കൊണ്ടാണല്ലോ SIT അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഇനിയിപ്പോഴത് പരിശോധിക്കട്ടെ എന്നൊരു ചോദ്യം, ഒരു വിശദീകരണം ആ നിലയ്ക്ക് തൃപ്തികരമാകുമോ? അല്ല, ഇത് ശബരിമല എന്ന് കേട്ട ഉടനെ തെരഞ്ഞെടുപ്പ്, സുവർണാവസരം, ഇതിനൊക്കെ തോന്നുന്ന കുറെ പേരുണ്ട്. ഇതൊന്നും തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ആരും കൂട്ടിക്കെട്ടണ്ട. കേരള സർക്കാർ ഇക്കാര്യത്തിൽ എപ്പോഴും കൃത്യമായ നിലപാട് സ്വീകരിച്ചിരിക്കുന്നു. നമ്മൾ ചുമതലയിൽ അവിടേക്ക് രാഷ്ട്രീയ ചുമതലയുള്ള ആളുകളെ നിയോഗിക്കുന്ന ഘട്ടത്തിൽ ആ വ്യക്തികൾ ഇവിടെ നടത്തുന്ന പ്രവർത്തനങ്ങളിൽ കൃത്യമായ നയപരമായ നിലപാടുകൾ എപ്പോഴും ശ്രദ്ധിക്കപ്പെട്ടിട്ടുണ്ട്. അവിടെ ഉണ്ടാകുന്ന ഇത്തരം കാര്യങ്ങളിലെ ഉദ്യോഗസ്ഥ വീഴ്ചകളും അതിന്റെ ഭാഗമായിട്ടുള്ള ഭരണ നടപടികളിലെ പോരായ്മകളും പരിശോധിച്ച് തീരുമാനമെടുക്കേണ്ടത് അതാത് കാലത്തെ അന്വേഷണ ഉദ്യോഗസ്ഥരാണ്. ചിലപ്പോൾ ഓഡിറ്റിൽ ചില തർക്കങ്ങൾ വന്നേക്കാം. ഇതെല്ലാം രാഷ്ട്രീയ പ്രശ്നങ്ങളല്ല. അത് ഉയർന്നു വന്നപ്പോൾ അതിന്റെ വീഴ്ചകൾക്ക് ഭരിക്കുന്ന ആളുകൾക്ക് ഉത്തരവാദിത്വം ഉണ്ടെന്ന് തന്നെയാണ് ഞങ്ങളുടെ നിലപാട്. അത് കണ്ടെത്തിയാൽ ആ തെറ്റിനോടൊപ്പം നിൽക്കുക എന്ന ഒരു നിലപാടും ഒരു കാലത്ത് ഞങ്ങൾ സ്വീകരിക്കില്ല എന്ന് വ്യക്തമാക്കിയിട്ടുള്ളതാണ്. ഈ കേസിൽ ഞങ്ങളുടെ നിലപാടായിരിക്കും. യെസ്, നന്ദി ശ്രീ K. അനിൽകുമാർ പ്രതികരിച്ചതിന്. തെറ്റിനോടൊപ്പം നിൽക്കില്ല എന്ന നിലപാട് CPM നേതൃത്വം നേരത്തെ തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്. അത് തന്നെയാണ് ഇവിടെ ആവർത്തിക്കാനുള്ളതെന്നാണ് ശ്രീ K. അനിൽകുമാർ സൂചിപ്പിക്കുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.